നമസ്കാരം. പിൻ ഡിസ്ക്രിപ്ഷൻ്റെ ബാക്കി ഭാഗത്തേക്ക് സ്വാഗതം. നമുക്കിനിയും പഠിക്കാനുള്ളത് മാക്സിമം മോഡിൽ പ്രവർത്തിക്കുമ്പോൾ മാക്സിമം മോഡ് ഓഫ്, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മിനിമം മോഡ് ഓഫ് ഓപ്പറേഷനും ഉണ്ട്, അതുപോലെ മാക്സിമം മോഡ് ഓഫ് ഓപ്പറേഷനും 8086-നുണ്ട്. അതിൽ മാക്സിമം മോഡ് ഓപ്പറേഷനിലാണ് 8086 പ്രവർത്തിക്കുന്നതെങ്കിൽ 24 മുതൽ 31 വരെയുള്ള പിന്നുകൾ റീഅസൈൻ ചെയ്യുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാന ഭാഗത്ത് പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഈ പിന്നുകൾക്ക് നമ്മൾ വേറെ ഫങ്ഷൻസാണ് പറഞ്ഞിരുന്നത്. അവിടെ ഹോൾഡും HLDA പിന്നെ മറ്റ് ചില സിഗ്നലുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇതൊക്കെ മിനിമം മോഡിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇങ്ങനെ. അല്ലാതെ മാക്സിമം മോഡിലാണ് അത് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിലുള്ള ഓരോ പിന്നുകളും റീഅസൈൻ ചെയ്യുന്നതാണ്. അതിൻ്റെയൊക്കെ ഫങ്ഷൻ വേറെയാണ്. ആദ്യം 26, 27, 28 പിന്നുകൾ, അത് സ്റ്റാറ്റസ് സിഗ്നലുകളാണ്. അപ്പോൾ അവിടെ 8086-ൻ്റെ ഇപ്പോഴുള്ള ബസ് കൺട്രോളറിൻ്റെ ഇപ്പോഴുള്ള സ്റ്റാറ്റസിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോന്നും ആക്റ്റീവ് ലോ തന്നെയാണ്. അപ്പോൾ അവിടെ വാല്യൂസ്, അവിടുത്തെ 0യ്ക്കും 1നും മാറ്റങ്ങൾ വരുമ്പോൾ അവിടുത്തെ മെഷീൻ സൈക്കിൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ മുഴുവൻ 0 ആണെങ്കിൽ ഇൻ്ററപ്റ്റ് അക്നോളജ് ആണ്. അതായത് ഇൻ്ററപ്റ്റ് അക്നോളജ് എന്ന മെഷീൻ സൈക്കിളാണ്. ഇൻ്ററപ്റ്റ് കിട്ടിക്കഴിഞ്ഞു എന്ന സിഗ്നലാണ് അവിടെ ലഭിക്കുന്നത്. ഇൻ്ററപ്റ്റിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. അതിനുശേഷം 001 വരുമ്പോൾ അവിടെ റീഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട്, അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിനെ റീഡ് ചെയ്യുന്ന സൈക്കിളായിരിക്കും. അതുപോലെ 010 ആണ് സ്റ്റാറ്റസ് സിഗ്നൽ എങ്കിൽ അവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിൽ റൈറ്റ് ചെയ്യുക, ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് റൈറ്റ് ചെയ്യുക എന്ന ഫങ്ഷനാണ് നടക്കുന്നത്. 011 വരുമ്പോൾ ഹാൾട്ടാണ്. അതിനുശേഷം 100 വരുമ്പോൾ കോഡിനെ ആക്സസ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതിനുശേഷം 101 അവിടെ മെമ്മറിയെ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. 110-ൽ മെമ്മറിയിലേക്ക് റൈറ്റ് ചെയ്യുകയാണ്. പ്രൊസസ്സർ മെമ്മറിയിലേക്ക് ഒരു ഡേറ്റയെ റൈറ്റ് ചെയ്യുന്നു. മുഴുവൻ 1 ആണെങ്കിൽ അവിടെ പാസീവ് അല്ലെങ്കിൽ ഇനാക്റ്റീവായിട്ട് നിലകൊള്ളുകയാണ് ചെയ്യുന്നത്. 24-മത്തെയും 25-മത്തെയും പിന്ന്, അത് ക്യൂ സ്റ്റാറ്റസ് ആണ്. രണ്ടും ആക്റ്റീവ് ലോ ആണ്. അവിടെ പ്രൊസസ്സറിൻ്റെ ക്യൂവിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എക്സ്റ്റേണൽ ഡിവൈസിന് മനസ്സിലാക്കാൻ, അതിനെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 2 പിന്നുകൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വരുന്ന വാല്യൂസ് മാറുന്നതനുസരിച്ച് ആ ക്യൂവിൻ്റെ ഓപ്പറേഷൻ എന്താണ്, അവിടെ എന്ത് തരത്തിലുള്ള ഓപ്പറേഷനാണ് നടക്കുന്നതെന്ന് എക്സ്റ്റേണൽ ഡിവൈസിന് മനസ്സിലാക്കാൻ കഴിയും. 00 ആണ് വരുന്നതെങ്കിൽ അവിടെ ക്യൂവിൽ ഓപ്പറേഷൻസ് ഒന്നും നടക്കുന്നില്ല എന്നാണ്. 01 ആണെങ്കിൽ ആദ്യത്തെ ക്യൂവിലുള്ള ഫസ്റ്റ് ഓപ്കോഡിൻ്റെ ഫസ്റ്റ് ബൈറ്റ് ക്യൂവിൽ നിന്ന് എടുക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ക്യൂവിൽ നിന്ന് ഓപ്കോഡിൻ്റെ ഫസ്റ്റ് ബൈറ്റ് എടുക്കുന്നു. 10 വരുമ്പോൾ ക്യൂവിനെ എംപ്റ്റി ചെയ്യുന്നു. 11 വരുമ്പോൾ അടുത്ത ക്യൂവിലുള്ള സബ്സിക്വൻ്റ് ആയിട്ടുള്ള അടുത്ത ബൈറ്റിനെ എടുക്കുന്നു എന്നാണ്. 31-മത്തെ പിന്നും 30-മത്തെ പിന്നും, അത് ബസ് റിക്വസ്റ്റിനും ബസ് ഗ്രാൻഡിന് വേണ്ടി യൂസ് ചെയ്യുന്ന പിന്നാണ്. അങ്ങനെ 2 പിൻ ഉപയോഗിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും ഉപയോഗം ഒന്ന് തന്നെയാണ്. അത് പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ബസ്സിനെ, അതായത് ആ ഡേറ്റയും അഡ്രസ്സിനെയും കൈകാര്യം ചെയ്യുന്ന ബസ്സിനെ കിട്ടാൻ വേണ്ടി ലോക്കൽ ബസ് മാസ്റ്റേഴ്സ് റിക്വസ്റ്റ് കൊടുക്കുന്നു. ഇനി പ്രൊസസ്സർ ആ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത് ബസ്സിനെ അവിടെ കൊടുക്കാൻ വേണ്ടിയാണ് ബസ് ഗ്രാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഇതും കൊടുത്തിരിക്കുന്നത്. അതിലെ റിക്വസ്റ്റ് എന്ന് പറയുന്ന RQ എന്ന് പറയുന്നത് ആക്റ്റീവ് ലോയും, ബസ് ഗ്രാൻഡ് GT0 എന്ന് പറയുന്നത് ആക്റ്റീവ് ഹൈയുമാണ്. ഇവിടെ ബാർ കൊടുത്തിട്ടുണ്ട്, അവിടെ ബാർ വരില്ല. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പച്ചയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പിന്ന്. അപ്പോൾ RQ ബാറും GT0യും. അപ്പോൾ ഇതിൽ രണ്ടിടത്തും ഒരേ ഫങ്ഷൻ തന്നെയാണ്, രണ്ടും ഒരുപോലെ യൂസ് ചെയ്യാം. പക്ഷേ GT0 ബാർ അതിനാണ് പ്രയോറിറ്റി കൂടുതൽ, അതിന് ഹയർ പ്രയോറിറ്റി ദാൻ GT1. ഇപ്പോൾ ഒരേ സമയത്ത് തന്നെ രണ്ടിടത്തും 2 ലോക്കൽ ബസ് മാസ്റ്റേഴ്സിന് ബസ് ഗ്രാൻഡ് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ GT0യുടെയാണ് ആദ്യത്തെ പ്രയോറിറ്റി കൊടുക്കുക. GT0യ്ക്ക് കൊടുത്തതിന് ശേഷം മാത്രം GT1-ൽ വന്നിരിക്കുന്നതിന്
നമ്മൾ കൊടുക്കുന്നു. അതുകൂടാതെ ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് പ്രൊസസ്സർ ഓൾറെഡി ആ ഒരു ബസ്സിനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ അപ്പോൾ ഈ ബസ്സിനെ അവിടെ ഗ്രാൻഡ് ചെയ്യത്തില്ല. ആ ബസ്സിൻ്റെ ഫങ്ഷൻസ് എല്ലാം 8086 നടത്തി ആ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടാണ് ഇവിടെ ബസ്സിനെ അലോട്ട് ചെയ്ത് ബസ്സിനെ ഗ്രാൻഡ് ചെയ്യുന്നത് ലോക്കൽ ബസ് മാസ്റ്റേഴ്സിന്. അത് കഴിഞ്ഞ് വരുന്നത് ലോക്ക് സിഗ്നലാണ്, 29ാമത്തെ പിന്ന്. അത് ലോക്ക് പ്രിഫിക്സിൽ ലോക്ക് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വരുമ്പോഴാണ് ഇത് ആക്റ്റീവ് ആകുന്നത്. പ്രിഫിക്സിൽ ലോക്ക് വരിക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ബസ്സിനെ വെളിയിലേക്ക് കൊടുക്കുകയില്ല, വെളിയിലുള്ള എക്സ്റ്റേണൽ ഡിവൈസിന് വേണ്ടി കൊടുക്കുകയില്ല. അപ്പോൾ ആ പേരിൽ സൂചിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ്, ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പ്രിഫിക്സിൽ ലോക്ക് ചെയ്ത് വന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ വരും ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇത് ആക്റ്റീവായിരിക്കും. ഇത് ആക്റ്റീവായിരിക്കുന്ന സമയത്ത് അതർ ബസ് മാസ്റ്റേഴ്സിന് ഇപ്പോഴുള്ള ഈ സിസ്റ്റത്തിൻ്റെ ബസ്സിനെ ഗ്രാൻഡ് ചെയ്യത്തില്ല. അത് ഗ്രാൻഡ് ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തും. അത് ആ ലോക്ക് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം പിന്നീട് വരുന്ന ബസ് റിക്വസ്റ്റുകളെ അത് അക്സെപ്റ്റ് ചെയ്ത് ബസ്സിനെ ഗ്രാൻഡ് ചെയ്യുന്നതായിരിക്കും. അടുത്തതായി 8086ൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇവിടെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നതാണ് 8086ൻ്റെ ആർക്കിടെക്ചർ. അപ്പോൾ ഇത് രണ്ട് സൈഡിലായിട്ട് 2 യൂണിറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ എക്സിക്യൂഷൻ യൂണിറ്റാണ്, റൈറ്റ് സൈഡിൽ ബസ് ഇൻ്റർഫേസ് യൂണിറ്റാണ്. ഇതൊരു പൈപ്പ് ലൈൻഡ് ആർക്കിടെക്ചറാണ്. അതായത് ഒരേ സമയം തന്നെ ഈ എക്സിക്യൂഷൻ യൂണിറ്റും ബസ് ഇൻ്റർഫേസ് യൂണിറ്റും പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓരോന്നും എന്തൊക്കെയാണെന്ന് നോക്കാം. എക്സിക്യൂഷൻ യൂണിറ്റ് എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻസ് ദാറ്റ് ഹാവ് ഓൾറെഡി ബീൻ ഫെച്ച്ഡ് ബൈ BIU. അതായത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് ഓൾറെഡി ഫെച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷനെയാണ് ഇവിടെ എക്സിക്യൂഷൻ യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് മെമ്മറിയിൽ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടുകളിലുള്ള ഡേറ്റയെ റീഡ് ചെയ്യുകയും റൈറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതേസമയം തന്നെ ഈ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷനെ എക്സിക്യൂഷൻ യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. രണ്ടും, അതായത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റും എക്സിക്യൂഷൻ യൂണിറ്റും സെപ്പറേറ്റ് ആയിട്ട് ഒരേ സമയം സൈമിൾട്ടേനിയസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ബസ് ഇൻ്റർഫേസ് യൂണിറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ ആദ്യ പോർഷനിൽ ഒരു അഡ്രസ് ജനറേഷൻ എന്ന് പറഞ്ഞൊരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് 20 ബിറ്റുള്ള ഫിസിക്കൽ അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യുന്നത്. അതൊരു ആഡറാണ്. അത് ആഡ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പ്രോസസ്സിന് വേണ്ടി, അതായത് ഫിസിക്കൽ 20 ബിറ്റുള്ള അഡ്രസ്സിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആഡറാണ്. അപ്പോൾ അത് ഡെഡിക്കേറ്റഡ് ആഡർ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ആഡർ എന്നാണ്. ഇനിയും സെഗ്മെൻറ്റ് രജിസ്റ്ററുകൾ, 4 16 ബിറ്റ് സെഗ്മെൻറ്റ് രജിസ്റ്ററുകളാണ് 8086-നുള്ളത്. അത് കോഡ് സെഗ്മെൻറ്റ്, ഡേറ്റ സെഗ്മെൻറ്റ്, സ്റ്റാക്ക് സെഗ്മെൻറ്റ്, പിന്നെ എക്സ്ട്രാ സെഗ്മെൻറ്റ്. അത് ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് 8086-ന് 20 ബിറ്റ് അഡ്രസ് ബസ് 20 ബിറ്റാണ്. 20 ബിറ്റ് അഡ്രസ് ബസ് വരുമ്പോൾ അതിന് മൊത്തത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറി 1 മെഗാബൈറ്റ് ആണ്. ആ 1 മെഗാബൈറ്റിനെ ഡിവൈഡ് ചെയ്ത് 64 ബൈറ്റ്സ് ഉള്ള, അതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് 64 കിലോ ബൈറ്റ്സ് ഉള്ള സെഗ്മെൻറ്റുകളായി തിരിച്ചിരിക്കുകയാണ്. അതാണ് സെഗ്മെൻറ്റ് രജിസ്റ്ററുകൾ എന്ന് പറയുന്നത്. The 8086 can directly address 4 segments at a particular time. അതായത് ഒരു പെർട്ടിക്കുലർ ടൈം എടുത്തു കഴിഞ്ഞാൽ ആ ടൈമിൽ 8086-ന് ഡയറക്റ്റ്ലി ഈ 4 സെഗ്മെൻറ്റുകളെയും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രോഗ്രാംസ് ഒബ്റ്റെയിൻ ആക്സസ് ടു കോഡ് ആൻഡ് ഡേറ്റ ഇൻ ദ സെഗ്മെൻറ്റ്സ് ബൈ ചേഞ്ചിങ് ദ സെഗ്മെൻറ്റ് രജിസ്റ്റേഴ്സ് കണ്ടൻറ്റ് ടു പോയിൻറ്റ് ടു ദ ഡിസൈഡ് സെഗ്മെൻറ്റ്സ്. അതായത് നമുക്ക് കോഡുമുണ്ട്, ഡേറ്റയുമുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് അതിനെ ഈ സെഗ്മെൻറ്റ് രജിസ്റ്ററുകളിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ കോഡാണ് ആവശ്യമെങ്കിൽ നമുക്ക് കോഡ് സെഗ്മെൻറ്റ് യൂസ് ചെയ്യാം. ഡേറ്റയാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമുക്ക് ഡേറ്റ സെഗ്മെൻറ്റും എക്സ്ട്രാ സെഗ്മെൻറ്റും നമുക്ക്
യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏതാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ആദ്യം സെഗ്മെൻറ്റ് രജിസ്റ്ററുകളിൽ കോഡ് സെഗ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. അത് 16 ബിറ്റ് സെഗ്മെൻറ്റാണ്. അപ്പോൾ ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇവിടെ കോഡാണ് നമ്മളിവിടെ ആക്സസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ കോഡുകളെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. ഈ CS അടങ്ങിയിരിക്കുന്നത് കറൻ്റിലി ഏത് കോഡിനെയാണ് പ്രൊസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നത് അതായിരിക്കും CS ഉണ്ടായിരിക്കുക. IP contains the distance or offset from this address to the next instruction. അതായത് IP-ലുണ്ടായിരിക്കുക, ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിലുണ്ടായിരിക്കുക അടുത്ത ഇൻസ്ട്രക്ഷനിലേക്കുള്ള ദൂരമാണ്. CS-ലുണ്ടായിരിക്കുന്നത് കോഡ് സെഗ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ബേസ് അഡ്രസ്സ് അല്ലെങ്കിൽ സ്റ്റാർട്ട് അഡ്രസ്സ് ആയിരിക്കും അതിലുണ്ടാവുക. അതിൽ നിന്നുള്ള അടുത്ത ഇൻസ്ട്രക്ഷനിലേക്കുള്ള ദൂരമാണ് IP-ൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇൻസ്ട്രക്ഷൻ, അതായത് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് നമുക്ക് കിട്ടുന്നതാണ്. അത് നമുക്ക് കിട്ടുന്നത് ബസ് ഇൻ്റർഫേസ് യൂണിറ്റ് വഴിയാണ്. ബസ് ഇൻ്റർഫേസ് അല്ലെങ്കിൽ BIU എന്ന് പറയുന്നത് ഇതിൽ നിന്ന് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സിനെ ലോജിക്കലി കണ്ടെത്തുകയാണ്. അപ്പോൾ അതിനുവേണ്ടി കോഡ് സെഗ്മെൻറ്റിനെ നമ്മൾ 4 ബിറ്റ് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതായത് അതിൽ 16 ബിറ്റുകളാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ 16 ബിറ്റുകളെ ലെഫ്റ്റിലേക്ക് 4 ബിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ 4 എണ്ണം 0 വരുന്നു. അതിലേക്ക് ദെൻ ആഡിങ് ദ 16 ബിറ്റ് കണ്ടൻസ് ഓഫ് IP. അങ്ങനെ ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം IP രജിസ്റ്ററിൽ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൽ എന്താണോ ഉള്ളത് അതുകൊണ്ട് ഇതിനെ ആഡ് ചെയ്യുന്നു. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് കിട്ടിയതുമായി ആഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഓൾ. All instruction of a program are relative to the contents of CS register multiplied by 16. അതായത് ഇങ്ങനെ നമ്മൾ 4 ലെഫ്റ്റിലേക്ക് 4 തവണ ഷിഫ്റ്റ് ചെയ്ത് ആഡ് ചെയ്താൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് എന്ന് പറയുന്നത് ഈ CS രജിസ്റ്ററിലുള്ള കണ്ടൻറ്റിനെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അങ്ങനെ 4 തവണ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് 4ഉം 16ഉം അങ്ങനെ വരാനുള്ള കാരണം ഓരോ തവണ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പം 2 to the power 1 കൊടുക്കണം. അതായത് ഒരു തവണയാണ് ഷിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ 2^1, 2 തവണയാണെങ്കിൽ 2², 3 തവണയാണെങ്കിൽ 2^3, 4 തവണയാണെങ്കിൽ 2^4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ഇവിടെ 4 തവണ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു 2^4 എന്ന് പറഞ്ഞാൽ 16 ആണ്. അപ്പോൾ 4 തവണ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡേറ്റയെ 4 തവണ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ 20 ബിറ്റുള്ള ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടാക്കുന്നത് കോഡ് സെഗ്മെൻറ്റിൽ നിന്ന് ഉണ്ടാക്കുന്നത് കോഡ് സെഗ്മെൻറ്റിൽ ഉള്ള 16 ബിറ്റ്, അത് 16 ബിറ്റാണ്. ആ 16 ബിറ്റിനെ ലെഫ്റ്റിലേക്ക് 4 തവണ ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് വരും? റൈറ്റ് സൈഡിൽ 4 zeros വരും. അപ്പോൾ മൊത്തം എത്ര എണ്ണമുണ്ട്? മൊത്തം 20 ബിറ്റായിട്ട് മാറും. കാരണം റൈറ്റ് സൈഡിൽ പുതിയതായി 4 zeros കൂടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൽ എന്താണോ ഉള്ളത് അതുമായി ആഡ് ചെയ്യുന്നു. ഇൻസ്ട്രക്ഷൻ പോയിൻ്ററും 16 ബിറ്റാണ്. ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്ന് പറഞ്ഞാൽ നിലവിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷനിൽ നിന്നും അടുത്ത ഇൻസ്ട്രക്ഷനിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ഓഫ്സെറ്റ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 20 ബിറ്റുള്ള ഫിസിക്കൽ അഡ്രസ്സ് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ഡേറ്റ സെഗ്മെൻറ്റ് വരുന്നു. അതും 16 ബിറ്റാണ്. ഇവിടെ മറ്റേടത്ത് കോഡായിരുന്നുവെങ്കിൽ ഇവിടെ ഡേറ്റയാണ്. കറൻ്റ്ലി ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന ഡേറ്റയാണ് ഈ ഡേറ്റ സെഗ്മെൻറ്റിൽ നിലവിലുള്ള ഡേറ്റയാണ് ഇതിൽ ഉണ്ടായിരിക്കുക. ഓപ്പറൻസ് ഫോർ മോസ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ആർ ഫെച്ച്ഡ് ഫ്രം ദിസ് സെഗ്മെൻറ്റ്സ്. ഓപ്പറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു ഓപ്പറേഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഏതൊക്കെ ഇപ്പം ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ ചെയ്യുകയാണ് 2 നമ്പറുകൾ തമ്മിൽ. അപ്പോൾ അതിൽ ആ 2 നമ്പറുകളാണ് ഓപ്പറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആ 2 നമ്പറുകൾ ഏതെങ്കിലും രജിസ്റ്ററുകളിലായിരിക്കും സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ രജിസ്റ്ററുകളാണ് ഓപ്പറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പറൻ്റായിട്ട് വരുന്നത് അപ്പോൾ ഓപ്പറൻ്റാണ് ഈ ഡേറ്റ സെഗ്മെൻറ്റിൽ ഡേറ്റ ഓപ്പറൻ്റാണ് ഒരു ഇൻസ്ട്രക്ഷനിൽ. The 16-bit contents of the source index or
destination index or a 16-bit displacement are used as offset for computing 20-bit physical address. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. ഇവിടെ ഓൾറെഡി 16 ബിറ്റ് ഉണ്ട്. അത് ഒന്നുകിൽ സോഴ്സ് ഇൻഡെക്സിൻ്റെ അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇൻഡെക്സിൻ്റെ ആയിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ 16 ബിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ആർ യൂസ്ഡ് ആസ് ഓഫ്സെറ്റ് ഫോർ കമ്പ്യൂട്ടിങ്. അതായത് 16 ബിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ ഇതിൻ്റെ കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് ലഭിക്കുന്നതാണ്. അടുത്തത് സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്ററാണ്. അതും 16 ബിറ്റ് രജിസ്റ്റർ തന്നെയാണ്. പോയിൻറ്റ്സ് ടു ദ കറണ്ട് സ്റ്റാക്ക്. അതായത് ഈ സ്റ്റാക്ക് സെഗ്മെൻറ്റ് രജിസ്റ്ററിൽ കറണ്ട് ഇപ്പോഴുള്ള സ്റ്റാക്കിലേക്കാണത് പോയിൻ്റ് ചെയ്യുന്നത്. സ്റ്റാക്കിലെന്ന് പറഞ്ഞാൽ നമ്മൾ ഡേറ്റകളെ ഈ പുഷ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. പോപ്പ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ നമ്മളങ്ങനെ സ്റ്റോർ ചെയ്തിരിക്കുന്നതിനെ നമുക്ക് തിരിച്ച് ഓരോന്നായിട്ട് 1 by 1 ആയിട്ട് എടുക്കാൻ കഴിയുന്നതാണ്. The 20-bit physical stack address is calculated from the stack segment and stack pointer. അപ്പോൾ ഇവിടുത്തെ 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സിനെ കണ്ടെത്തുന്നത് സ്റ്റാക്ക് സെഗ്മെൻറ്റും സ്റ്റാക്ക് പോയിൻ്ററും ഉപയോഗിച്ചിട്ടാണ്. ഫോർ സ്റ്റാക്ക് ഇൻസ്ട്രക്ഷൻസ് പുഷും പോപ്പും എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പുഷ് എന്ന് പറഞ്ഞാൽ ഡേറ്റയെ അവിടേക്ക് സ്റ്റോർ ചെയ്യാനും, പോപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റകളെ വെളിയിലേക്ക് എടുക്കാനുമുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇൻ ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡ്, ബേസ്ഡ് അഡ്രസ്സ് അത് ഒരു അഡ്രസ്സിംഗ് മോഡാണ്. അപ്പം ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 20 ബിറ്റ് ഫിസിക്കൽ സ്റ്റാക്ക് അഡ്രസ്സ് കണ്ടുപിടിക്കുന്നത് സ്റ്റാക്ക് സെഗ്മെൻറ്റും ബേസ് പോയിൻ്ററും ഉപയോഗിച്ചിട്ടാണ്. ഇപ്പോൾ സ്റ്റാക്ക് സെഗ്മെൻറ്റിനെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം 4 തവണ ഷിഫ്റ്റ് ചെയ്യുന്നു, അതിനുശേഷം ബേസ് പോയിൻ്ററിനെ ആഡ് ചെയ്യുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ബേസ്ഡ് അഡ്രസ്സിംഗ് മോഡിലെ 20 ബിറ്റ് ഫിസിക്കൽ സ്റ്റാക്ക് അഡ്രസ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അവസാനത്തെ സെഗ്മെൻറ്റ് രജിസ്റ്ററാണ് എക്സ്ട്രാ സെഗ്മെൻറ്റ് രജിസ്റ്റർ. അപ്പോൾ ഇതിൽ പറയുന്നത് പോലെ എക്സ്ട്രാ സെഗ്മെൻ്റ് ആണ്. അതായത് ഡേറ്റയാണ് ഇവിടെ സ്റ്റോർ ചെയ്യുന്നത്, എക്സ്ട്രാ ആയിട്ടുള്ള ഡേറ്റ സെഗ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഡേറ്റ സെഗ്മെൻറ്റിലല്ലാതെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഡേറ്റയാണ് ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. സ്ട്രിംഗ് ഇൻസ്ട്രക്ഷൻസ് യൂസ് ദ ES and D8 to determine the 20-bit physical address for the destination. അപ്പോൾ ആ 20 ബിറ്റ് ഫിസിക്കൽ അഡ്രസ്സ് കണ്ടെത്താനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഉപയോഗിക്കുന്നത് ESഉം DIയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപയോഗിച്ചിട്ടാണ് 20 ബിറ്റിനെ കണ്ടെത്തുന്നത്. ഇനി ഇൻസ്ട്രക്ഷൻ പോയിൻ്റർ എന്താണെന്ന് നോക്കാം. 16 ബിറ്റാണ് ഇൻസ്ട്രക്ഷൻ പോയിൻ്ററും. ഓൾവേസ് പോയിൻറ്റ്സ് ടു ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ. എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്ന അടുത്ത ഇൻസ്ട്രക്ഷനെയാണ് അത് എപ്പോഴും അതിലെപ്പോഴും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ഇതെന്താ കറൻ്റ്ലി, അതായത് ഇപ്പോൾ എക്സിക്യൂട്ട് ഇതിന് ശേഷം അടുത്തത് ഏത് ഇൻസ്ട്രക്ഷനാണോ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡേറ്റയായിരിക്കും ഈ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൽ ഉണ്ടായിരിക്കുക. സോ ദിസ് രജിസ്റ്റർ കണ്ടെയ്ൻസ് the 16-bit offset address pointing to the next instruction code within 64 kilobyte of the code segment area. നമ്മളൊരു പെർട്ടിക്കുലർ കോഡ് സെഗ്മെൻറ്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ആ കോഡ് സെഗ്മെൻറ്റിൻ്റെ മൊത്തം സൈസ് എന്ന് പറഞ്ഞാൽ 64 KB ആയിരിക്കും. ആ 64 KBയിൽ ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ നിന്ന് അടുത്ത ഇൻസ്ട്രക്ഷൻ നടത്താൻ പോകുന്നത് ഏതൊരു ഇൻസ്ട്രക്ഷനാണോ ആ ഇൻസ്ട്രക്ഷൻ ഈ ഒരു 64 കിലോബൈറ്റിനുള്ളിൽ തന്നെയുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. അപ്പോൾ അതാണ് ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിൽ സൂചിപ്പിക്കുന്നത്. അടുത്ത ഇൻസ്ട്രക്ഷൻ ഏതാണോ ആ ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സാണ് ഇതിലുണ്ടായിരിക്കുക. ഇറ്റ്സ് കണ്ടൻറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഇൻക്രിമെൻറ്റഡ് ആസ് ദ എക്സിക്യൂഷൻ ഓഫ് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടേക്സ് പ്ലേസ്. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പ്രൊസസ്സർ പോകുന്നു. അങ്ങനെ അടുത്ത ഇൻസ്ട്രക്ഷനിലേക്ക് പ്രൊസസ്സർ പോകുമ്പോൾ ഇതിലുള്ള കണ്ടൻറ്റും അടുത്തതിലേക്ക് പോകുന്നു. അതായത് എപ്പോഴും നിലവിൽ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞുള്ള ഇൻസ്ട്രക്ഷൻ ആയിരിക്കും ഇതിൽ എപ്പോഴും ഉണ്ടാകുക. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് അടുത്തതിലേക്ക് പോകുമ്പോൾ ഇതും മാറുന്നു, ഇത് മാറി അടുത്തതിലേക്ക് പോകുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുക.
അപ്പോൾ നമ്മൾ ഇവിടെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് ആർക്കിടെക്ചറിൻ്റെ ഓരോരോ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ബസ് ഇൻ്റർഫേസ് യൂണിറ്റിലുള്ള ഓരോ സെഗ്മെൻറ്റ് രജിസ്റ്ററിനെ കുറിച്ചും അവിടുത്തെ ഇൻസ്ട്രക്ഷൻ പോയിൻ്ററിനെ കുറിച്ചുമൊക്കെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അത് ഓരോന്നും 20 ബിറ്റുള്ള ഫിസിക്കൽ അഡ്രസ്സ് കണ്ടെത്തുന്നതുമാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.